ഹായ് ഫ്രണ്ട്സ്. ബിഗ് ബോസ് സീസൺ 7 ഒരു മത്സരാർത്ഥിയായിരുന്ന സരിക KP നമ്മുടെ രേണുസുധിയുടെ വീട്ടിൽ ചെന്ന് രേണുസുധിയുമായിട്ട് ചിറ്റ് ചാറ്റ് ചെയ്യാനാണെന്നും പറഞ്ഞ് എൻ്റെ ഭയങ്കര അടുത്ത ഫ്രണ്ടാണ്, നമുക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ എന്നൊരു 100 വട്ടം പറഞ്ഞുകൊണ്ട് ചിറ്റ് ചാറ്റ് ചെയ്തുകൊണ്ട് ആ സ്ത്രീയെ വലിയൊരു എന്താ പറയുക വലിയൊരു വിവാദത്തിലേക്ക് തള്ളിയിടുകയാണ് ഈ സരിക KP ചെയ്തത്. നമുക്ക് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്നും ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. നീ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ സരിക KP പറയാൻ കേട്ടോ, ചിറ്റ് ചാറ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നീ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഒന്ന് റെസ്റ്റ് വേണ്ടേ, റെസ്റ്റ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ശല്യപ്പെടുത്താൻ ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുലർച്ചെ എത്തിയിട്ടുള്ളൂ രേണുസുധി, എന്നിട്ട് രാവിലെ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് അന്ന് രാത്രി തന്നെ രേണുസുധി എങ്ങോട്ടോ എന്തോ വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു തെരി നേരം സമയമുള്ളപ്പോൾ കഷ്ടപ്പെടുത്താൻ ചെന്നിരിക്കുക. എന്നിട്ട് പറയാം, നീ റെസ്റ്റ് എടുക്കൂ, ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ ഇവളെ എപ്പോൾ വിളിക്കുമ്പോഴും ഇവള് ഒന്നുമില്ലെങ്കിൽ ട്രെയിനിലായിരിക്കും, അല്ലെങ്കിൽ ബസ്സിലായിരിക്കും, അല്ലെങ്കിൽ കാറിലായിരിക്കും, എന്തിനാണ് ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ഓടുന്നത്, നിനക്ക് ശരീരത്തിന് റെസ്റ്റ് വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചിറ്റ് ചാറ്റ് ചെയ്യാൻ വേണ്ടി സ്വന്തം ചാനലും പൊക്കി പിടിച്ച് അവിടെ ചെന്നിരുന്നു കൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, കുറേ വിവാദങ്ങൾ പറയുക, എന്നിട്ട് ആ സ്ത്രീയെ കൊണ്ട് പറയിപ്പിച്ച് വിവാദത്തിലേക്ക് തട്ടിയിടുക. എന്നിട്ട് പറയുന്നു, അപ്പോൾ നമ്മുടെ രേണുസുധി പറയുന്നുണ്ട്, ഹോട്ട് സീറ്റിൽ വെച്ച് കണ്ട ശാരികയെ ഞാൻ മുഖത്ത് പോലും നോക്കൂലായിരുന്നു കേട്ടോ, പക്ഷേ BBയിൽ കയറിയ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശാരികയെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, ഞാൻ BBയിൽ കയറിയപ്പോൾ എന്നോട് വന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവൾക്ക് എന്നോട് ദേഷ്യമില്ലേ എന്നൊക്കെ സംസാരിക്കുമ്പോൾ വിചാരിക്കാറുണ്ട്. ജനങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് എന്താണെന്നറിയോ, നമ്മൾ തമ്മിൽ കൊമ്പ് ഓർക്കും എന്നൊക്കെയാണ് കേട്ടോ. ശരിക്കും എന്നോട് എന്നെ പറഞ്ഞു വിട്ട ആൾക്കാർ എങ്ങനെയാണെന്നറിയോ, സരിക നീ രേണുസുധിക്ക് എതിരെ കളിച്ചാൽ നിനക്ക് അവിടെ കുറേ കാലം നിൽക്കാൻ പറ്റുന്നു, തേങ്ങ തന്നെ നിൽക്കാൻ പറ്റുന്നത്, ഒന്നും നിൽക്കാൻ പറ്റില്ല സരികയെ അപേക്ഷിച്ച്. സരിക നമ്മളവിടെ കണ്ടതല്ലേ ബിഗ് ബോസിലെ, ഒന്നും ആയിരുന്നില്ല, ഒരു പൂച്ചയായിരുന്നു, പൂച്ച. സ്വന്തം കാര്യങ്ങൾ പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരു പൂച്ച, പൊട്ടിക്കരയിലും പൂച്ച സ്വഭാവമായിരുന്നു സരികയ്ക്ക്. എന്നിട്ട് പറയും രേണുസുധിക്ക് എതിരെ നിൽക്കുക, രേണുസുധി എവിടെ കിടക്കുന്നു, സരിക എവിടെ കിടക്കുന്നു, എന്നിട്ട് ഒരു രേണുസുധിയെ കുറേ അങ്ങോട്ട് പൊക്കുക. ആദ്യമായിട്ടാണ് നമ്മളൊക്കെ രേണുസുധിയെ കാണുന്നത്. അതേപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പെണ്ണാണ് രേണുസുധി, കുറേ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കട്ടെ, ഒരാളെക്കുറിച്ച് കുറ്റം പറയുകയില്ല, അത്രയും നല്ല സ്ത്രീയാണ് രേണുസുധി. ഇൻസ്റ്റയിൽ ഓരോരുത്തർ തുണി അഴിച്ചിട്ട് കളിക്കുന്നുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി, രേണുസുധി അത്ര അങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, രേണുസുധിയെ തേടി വരികയാണ് റീച്ച് ചെയ്യുന്നതൊക്കെ പറയുന്നത്. ആ സ്വന്തം ചാനലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അല്ല അത് വെറുതെ ഒരു ചിറ്റാറ്റല്ല. എന്നിട്ട് പറച്ചിലെന്താണ്, രേണുസുധിയെ എടുത്ത് വെറുതെ ഒന്ന് സംസാരിക്കാൻ വന്നതാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അപ്പോൾ രേണുസുധി അവിടെ നിന്ന് പറയും, രേണുസുധിയൊക്കെ കറക്റ്റ് മറുപടി എല്ലാത്തിനും പറയാം കേട്ടോ, അതൊരു നീരസം പ്രകടിപ്പിക്കുകയൊന്നുമില്ല, വളരെ ഏതു നേരം പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ് രേണുസുധി, എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ തമ്മിൽ ഇത്രയും ഒരു അടുപ്പം എങ്ങനെ വന്നു എന്നറിയില്ല എന്നൊക്കെ. ഇതൊക്കെ ഒരു ഉണ്ടാക്കുന്ന കഥ പോലെ എനിക്ക് തോന്നുന്നു. അതായത് ഫ്രണ്ടാണ് ഫ്രണ്ടാണ് ഫ്രണ്ടാണെന്ന് ഇങ്ങനെ പറയുക, ശരിക്കും ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ രേണുസുധി നല്ല കറക്റ്റ് പോയിന്റ് പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് എവിക്റ്റായി പോയതല്ല, അന്തസ്സായി ഇറങ്ങിപ്പോയതാണ്. ഇത് ശരിക്കും കൊണ്ടു ആർക്ക്, സരികയ്ക്ക്, കാരണം സരിക എവിക്റ്റായി പോയതാണല്ലോ. രേണുസുധി നല്ല നല്ല വോട്ടോട് കൂടി നിൽക്കുന്ന ടൈമാണ്. ശരിക്കും രേണുസുധി വിജയിച്ചേനെ, അനുമോളോ അല്ലെങ്കിൽ അനീഷോ ഒന്നും ആയിരിക്കില്ല, രേണുസുധി ശരിക്കും നിൽക്കുകയാണെങ്കിൽ വിജയിച്ചേനെ, അത്രയധികം വോട്ടുണ്ടായിരുന്നു. എന്നിട്ടും രേണുസുധി ഇറങ്ങിപ്പോയതാണ് എന്ന് പറയുന്നുണ്ട്. അന്തസ്സായി വിജയിച്ചതാണ്. ശരിയാണല്ലേ, നമ്മൾ ബിഗ് ബോസിൽ നമ്മുടെ ലാലേട്ടനുണ്ടല്ലോ, നമ്മുടെ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ സാധിക്കാത്തത് നമ്മൾ സാധിച്ചു, നമ്മുടെ ലാലേട്ടനെ കൈപിടിച്ച് നമ്മൾ കയറി, കൈപിടിച്ച് നമ്മൾ ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അമ്മൂമ്മയ്ക്ക് സാധിക്കാത്തതെന്ന്, ഈ സ്ത്രീക്ക് എത്ര വയസ്സായിട്ടുണ്ടോ, ഈ സ്ത്രീയുടെ അമ്മൂമ്മയ്ക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? അപ്പോൾ ലാലേട്ടൻ എന്താ അമ്മൂമ്മയുടെ പ്രായമാണുള്ളത് സ്ത്രീയുടെ? ഒരിക്കലുമല്ല, ഈ സ്ത്രീക്ക് നല്ല വയസ്സുണ്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ അമ്മയുടെ വയസ്സ് വേണമെങ്കിൽ ലാലേട്ടൻ ഉണ്ടായിരിക്കാം, അമ്മൂമ്മയുടെ വയസ്സൊന്നും ലാലേട്ടൻ. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് സാധിക്കാത്തത് എനിക്ക് സാധിച്ചു, നമുക്ക് സാധിച്ചു അല്ലേ രേണു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേണു പറയുന്നത്, എനിക്ക് അനീഷ് ജയിക്കുന്നതാണ് ഇഷ്ടം. സത്യത്തിൽ എല്ലാവർക്കും അത് തന്നെയാണ് രേണു, അനീഷ് ജയിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അതായത് റിയൽ ആയിട്ടുള്ള പേഴ്സൺ ജയിക്കണം, ഒന്നെങ്കിൽ രേണു അല്ലെങ്കിൽ അനീഷ്, ഇവരൊക്കെ തന്നെയാണ് ജയിക്കേണ്ടത്. പിന്നെ അപ്പോൾ നീ എപ്പോഴും എന്നെ വിളിച്ച് പറയാറില്ലേ നമുക്ക് മീറ്റ് ചെയ്യണമെന്ന്, ബിഗ് ബോസിൽ വെച്ചിട്ട് പറഞ്ഞിരുന്നതായിട്ടാണ് പറയുന്നത്, അതും പറഞ്ഞ് കുത്തിപ്പിടിച്ച് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നീ ബിഗ് ബോസിൽ വെച്ച് എന്നോട് പറയാറുണ്ട്, നിൻ്റെ സ്വഭാവം പുറത്തിറങ്ങി മാറില്ലല്ലോ, നീ എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറില്ലേ എന്നൊക്കെ പറയാറില്ലേ, അതുകൊണ്ട് നിന്നെ കാണാൻ വന്നതാ, നിനക്ക് ആകെ ഒരു ദിവസമേ ഉള്ളൂ, അത് നീ എനിക്ക് തന്നില്ലേ, അതാണ് കണ്ടില്ലേ, വ്യക്തിബന്ധത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ് രേണുസുധി. സരിക പറയാണ്, അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ ഒരു ദിവസം ഒന്ന് ലീവ് എടുത്ത് സ്വന്തം മകൻ്റെ അടുത്ത് ഇരിക്കാൻ വന്നപ്പോൾ വ്യക്തിബന്ധത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് സരികയ്ക്ക് കൊടുക്കുന്നത്. സരിക അത് വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പിന്നെ പറയുന്നുണ്ട് വ്യക്തി ജീവിതത്തെ കുത്തിച്ചൊറിയുന്ന കുറേ പേരുണ്ട്, അവറ്റകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സരിക ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുത്തിച്ചൊറിഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടോ ഹോട്ട് സീറ്റിൽ നമ്മുടെ രേണുസുധിയെ വിളിച്ചു വരുത്തിയിട്ട് കുത്തിച്ചൊറിഞ്ഞിരുന്നത് അതാരാണ്? വ്യക്തി ജീവിതത്തെ കുത്തിച്ചൊറിഞ്ഞത് ആരാണ്? സരിക തന്നെ. അതുകൊണ്ട് തന്നെയാണ് സരികയും ബിഗ് ബോസിലെത്തിയത്, രേണുസുധിയും ബിഗ് ബോസിലെത്തിയത് അല്ലേ? രേണുസുധി ബിഗ് ബോസിലെത്താൻ സരികയുടെ ഇൻ്റർവ്യൂ കൊണ്ട് മാത്രമൊന്നുമല്ല, അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സരിക ബിഗ് ബോസിലെത്തിയത് രേണുസുധി എന്നൊരു ഒറ്റ ആളെ കൊണ്ടാണ്. നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായില്ലേ, നമ്മൾ തമ്മിലൊരു ബോണ്ടായില്ലേ, ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഈ സ്ത്രീ. എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്? നമ്മളെ ബോധിപ്പിക്കാനാണോ? ആരും ചിന്തിക്കാത്ത ഫ്രണ്ട്സ് ആയിട്ടുണ്ട് നമ്മൾ എന്ന് ഊന്നിപ്പറയാം. രേണുസുധി ചിരിക്കുന്നുണ്ട് കേട്ടോ. രേണുസുധിക്ക് ഇതൊക്കെ എത്രയോ കണ്ടതാണ്. രേണുസുധി കുറച്ചു സമയമേ ഈ ഫീൽഡിൽ നിന്നിട്ടുള്ളൂ എങ്കിലും കുറേ പൊക്കി പറയുന്നവരും താഴ്ത്തി പറയുന്നവരും കുറേ അറ്റാക്കും ഇതൊക്കെ സഹിച്ച വ്യക്തിയാണ് രേണുസുധി. എന്നിട്ട് പിന്നെ വിവാദത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട് അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞു കിടക്കുന്നു കണ്ടില്ല? എൻ്റെ വീടുണ്ടല്ലോ 25 വർഷമായി, ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്ര പോലും നല്ലതല്ല ഈ വീട്, എന്തുമാത്രം കേടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രേണുസുധി പറയുകയാണേ ശാന്തി ശാന്തി എന്ന്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ജനങ്ങളോട് പറയാം, നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കൂ, എൻ്റെ നിലപാട് ഇങ്ങനെയാണ്. അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. ഒരു വർഷമായിട്ടുള്ളൂ ഈ വീട് പണിതിട്ട്. ഞാൻ വിചാരിച്ചൊരു 10 വർഷമൊക്കെ ആയെന്ന്. ഇവിടെ എലിയില്ല പൂച്ചയില്ല, അവരെ മാന്തി പൊളിക്കുന്നില്ല. എന്താ എലിയും പൂച്ചയില്ലാത്ത സ്ഥലം ഏതാ ഉള്ളത്? പിന്നെ എലിയും പൂച്ചയൊക്കെ നമ്മുടെ വീട് മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെയുള്ളവർ സാധാരണ ആരോഗ്യമുള്ളവരാണ് കേട്ടോ. പ്രളയമൊന്നും വന്നിട്ടില്ല, അവരൊന്നും മാന്തി പൊളിക്കില്ല. 2018 ഇവിടെ ബാധിച്ചിട്ടില്ല. പിന്നെ എപ്പോഴെപ്പോഴും വാടകയ്ക്ക് പോകുന്നു എന്ന് പറയാറുണ്ട് എൻ്റെ അടുത്ത്. എത്ര പരിതാപകരമാണ് സ്ത്രീയുടെ അവസ്ഥ എന്നും പറഞ്ഞ് എല്ലാം മറന്ന് രേണുസുധി സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് കുത്തി നോവിച്ച് ഈ വീടിൻ്റെ കാര്യം ഒന്ന് ഒതുങ്ങിയതാണ് എല്ലാവർക്കും ശാന്തി എന്താ അതും കുത്തിപ്പൊന്തിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നെ ഭീഷണിപ്പെടുത്തിയാലും കുഴപ്പമില്ല കേട്ടോ, ആരെന്നെ എന്ത് പറയാനും കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ ഞാൻ വന്നത്, എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വന്നത് ഇങ്ങനെയാണല്ലോ, വിറ്റ് കാശാക്കാനാണല്ലോ. വിവാദങ്ങൾ കെട്ടി അടങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്നും പറയുന്നില്ല. അവിടെ ചെന്നിട്ട് ഈ സരിക പറഞ്ഞ കുറച്ചൊരു വോയിസ് ക്ലിപ്പ് ഞാൻ അതിൽ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കേട്ട് നോക്കുക സ്ത്രീ പറയണത്. അപ്പൊ ഞങ്ങൾക്ക് ഒന്നിനെ പറ്റി PR ചെയ്യേണ്ട കാര്യമില്ല. ആരും PR ചെയ്തിട്ടല്ല രേണു ഇന്റർവ്യൂവിനോ ബഹറിലോ ദുബായിലോ റാസൽ ഖൈമയിലോ ഖത്തറിലോ ഒക്കെ പോകുന്നത്. അവരുടെ സ്വന്തം കഴിവുണ്ട്. പക്ഷെ ഈ വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീഡിയോയിൽ പറയണമെന്ന് ഞാനിപ്പോ ഇവിടെ ആരോടും ഇവൻ രേണുവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് പറയണമെന്ന് രേണു ഞങ്ങളെ ചിറ്റാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ്, ആരെയും ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്നും പുറത്തൊരാള് ക്യാമറയോ ഇന്റർവ്യൂവോ ഒന്നും വേണ്ട, ഒരപ്പുറത്തെ അയൽ വീട്ടിലോ സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ എന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നില്ല. ഇവിടെ ഓക്കെ ഇതൊരു 10 വർഷമായ വീടാണെന്ന് പറഞ്ഞാൽ അന്തസ്, പിന്നെ മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഒന്നര വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ സുധിച്ചേട്ടന്റെ വൈഫാണ്, പിന്നെ അവര് അന്തസ്സായിട്ട് അവരൊരു കലാകാരിയാണ്, ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ച സുമനസ്സുകൾക്ക് നന്ദി. ഇല്ലെന്നൊന്നും കേട്ടില്ലേ സരികയുടെ സൗണ്ട്? നിങ്ങൾ കേട്ടില്ലേ? ഇങ്ങനെ പറഞ്ഞ് ഈ രേണുസുധിയെ ഇങ്ങനെ കൂടുതൽ ഏറ്റിക്കയറ്റിക്കൊണ്ടിരിക്കുക. അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിന് കുറേ അപാകതകളുണ്ട്, അത് മറ്റൊരോട് പറഞ്ഞ് കുറേ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? രേണുസുധിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, മറ്റവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ആ പ്രശ്നങ്ങൾ വലിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടി മാനസികമായി തളർത്തുന്നത് എന്തിനാണ് ഇവർ? അപ്പോൾ രേണു എന്നിട്ട് വിഷയം മാറ്റുന്നുണ്ട് കേട്ടോ. രേണു പറയുന്നുണ്ട് ഒരു മിനിമം ക്വാളിറ്റി ഉള്ളവർ മാത്രമല്ലേ ബിഗ് ബോസിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ മറ്റാൾക്ക് ഒന്ന് വിഷമായി. മറ്റാൾ പറയാം അതെ പക്ഷേ ഉള്ളിലെത്തിയിട്ടുണ്ടല്ലോ അവരുടെയൊക്കെ ഒരു ചീഞ്ഞ സ്വഭാവം പുറത്തു വന്നു. അങ്ങനെ ആ നല്ല ആൾക്കാർ എന്തായി ചീത്ത ആൾക്കാരായി എന്ന് പറഞ്ഞു. എന്നിട്ട് സരിക പറയാണ് ഈ KB സരിക കേട്ടോ, ബിഗ് ബോസ് തിരഞ്ഞെടുപ്പ് വളരെ മോശമാണ് എന്ന്. ശരി തന്നെയാണ്. ഈ KB സരികയൊക്കെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് അറിയേയില്ല, വളരെ മോശം തന്നെയാണ് 7 അല്ലേ. പിന്നെ പറയാണ് നിന്നെ വെച്ച് അരിവടിക്കുന്നവരല്ലേ ഓൺലൈൻ മീഡിയാസ് എന്ന്. മൂപ്പരാൾ അരിവടിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പരാൾ ക്യാമറയും പൊക്കി പിടിച്ചാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നിന്നെ വെച്ച് അരിവടിക്കുന്നവരാണ് ഓൺലൈൻ മീഡിയാസ് എന്ന്. അപ്പോൾ രേണു പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇല്ലടാ, എല്ലാവരും അങ്ങനെയുള്ളവരോട് നല്ല സ്വഭാവമുള്ളവരുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ രേണുവിനെ പറഞ്ഞു പിന്നെ പിരികേറ്റുന്നത് എന്താണെന്നറിയോ? സുധിച്ചേട്ടൻ്റെ ഭാര്യമാരെ
കൊണ്ടുവരുന്നില്ലല്ലോ, ഭാര്യമാരെ കൊണ്ടുവരുന്നില്ലല്ലോ ഇപ്പം എല്ലാവരും. മറ്റേത് 1, 2, 3. അപ്പോൾ രേണുസുതി പറഞ്ഞു 4, 5 അവരൊക്കെ എവിടെ പോയി, ഭാര്യമാരൊക്കെ എവിടെ പോയി ആവുമെന്ന് രേണുസുതി പറയുന്നുണ്ട് കേട്ടോ. രേണുസുതി ഇങ്ങനെ എരി കയറ്റി ആൾക്കാർ കൊടുക്കുമ്പോഴാണ് രേണുസുതി എന്തെങ്കിലും വായിലൊന്ന് വന്നു പോവും. പിന്നെ ഈ എരി കയറ്റിട്ട് ആരും ഉണ്ടാവില്ല. അവസാനം രേണുസുതി മാത്രം കുറേ കഷ്ടപ്പെടേണ്ടി വരും. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കണ്ടവരുടെ ജീവിതം തോണ്ടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. ആര്? സരിക പറയുക. സരിക KB പറയാണ് അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ നിർത്തിവെച്ച് ഈ രേണുസുതിയെ പോലെ ആകൂ എന്ന് പറയുന്നുണ്ട്. കണ്ടവരുടെ ജീവിതം തോണ്ടുന്നത് ആരാണ്? ഈ സരിക KBയെ പോലുള്ള ആൾക്കാരാണ് അങ്ങനെ തോണ്ടുന്നത്. അപ്പോൾ രേണുസുതി അവസാനം പറയുന്നുണ്ട് എനിക്കൊരു മാനേജറൊക്കെ ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാണ് കണ്ട ഇവരെ പോലെ ആകാൻ ശ്രമിക്കൂ എന്ന് സരിക KB. സരിക KB ആദ്യം ശ്രമിക്കട്ടെ, എന്നിട്ടല്ലേ